വർഷം 1956. ലാൽ ബഹദൂർ ശാസ്ത്രി എന്ന രാജ്യമറിയുന്ന നേതാവ് ഇന്ത്യയുടെ റെയിൽവേ മന്ത്രിയായിരുന്ന കാലം. തമിഴ്നാട്ടിലെ അരിയല്ലൂരിൽ ഉണ്ടായ ഒരു ട്രെയിൻ അപകടത്തിൽ 140-ലധികം പേർ മരിച്ച സംഭവം രാജ്യത്ത് വലിയ ഞെട്ടലുണ്ടാക്കി. അന്ന് ഇതുപോലെ പേരിന് പോലും മാധ്യമങ്ങൾ ഇല്ലാതിരുന്ന സമയമാണെന്ന് ഓർക്കണം. അപകടത്തിൽ ഒരു കുറ്റപ്പെടുത്തലും ലാൽ ബഹദൂർ ശാസ്ത്രിക്ക് നേരെ ഉയർന്നില്ല. പക്ഷേ മനസാക്ഷിയും ധാർമ്മിക ബോധവും മൂലം റെയിൽവേയുടെ തലപ്പത്ത് തുടരാൻ അർഹതയില്ല എന്ന് കണ്ടെത്തിയതിന് പിന്നാലെ ശാസ്ത്രി രാജിവെച്ചു. ലാൽ ബഹദൂർ ശാസ്ത്രിയെ പോലൊരു നേതാവ് അല്ലെങ്കിൽ പോലും സമാനമായ മറ്റൊരു സംഭവവും ചൂണ്ടിക്കാട്ടാം. 2008-ലെ മുംബൈ ഭീകരാക്രമണം നമ്മുടെ രാജ്യത്തെ ആകെ പിടിച്ചുലച്ചൊരു സംഭവമാണ്. അന്ന് ആ ആക്രമണം ചെറുക്കുന്നതിലുണ്ടായ വീഴ്ചയുടെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്തൊരു ആഭ്യന്തരമന്ത്രി ഉണ്ടായിരുന്നു, കോൺഗ്രസിന്റെ ശിവരാജ് പാട്ടീൽ. സുരക്ഷാ വീഴ്ച ചൂണ്ടിക്കാട്ടി പാട്ടീൽ അന്ന് കേന്ദ്രമന്ത്രി സ്ഥാനം രാജിവെച്ച് പുറത്തുപോയി വളരെ അഭിമാനത്തോടെ. പഹൽഗാമിൽ ഇത്രയും വലിയൊരു സുരക്ഷാ വീഴ്ചയുണ്ടായിട്ടും പക്ഷേ അമിത്ഷാക്ക് കുഴപ്പമൊന്നുമില്ല, രാജിവെക്കാൻ തയ്യാറുമല്ല. ചോദ്യങ്ങളൊന്നും ആഭ്യന്തരമന്ത്രി ഷായ്ക്ക് നേരെ ഉയരുന്നുമില്ല. ആരാണ് ചോദ്യം ചെയ്യാനുള്ളത് എന്നൊരു ധാർഷ്ട്യം അമിത്ഷായ്ക്കുണ്ട്. ആക്രമണം രാജ്യത്തിന്റെ യശസ്സിൽ കളങ്കമായി എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. ഈ സമയത്ത് കേന്ദ്ര സർക്കാരിന്റെ മേൽ പഴിചാരാൻ താല്പര്യമില്ലാതെ ഇരുന്ന പ്രതിപക്ഷം മൗനം തുടർന്നപ്പോൾ അത് അവരുടെ ബലഹീനതയായി കാണുകയാണ് BJP ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന സർവകക്ഷി യോഗത്തിൽ പ്രതിപക്ഷ പാർട്ടികളോട് കേന്ദ്ര സർക്കാർ തുറന്നു സമ്മതിച്ച വാചകങ്ങളിലുമുണ്ട് പഹൽഗാമിലെ സുരക്ഷാ വീഴ്ച എന്നുള്ളത്. അതിന്റെ ഉത്തരവാദികളിൽ ഒരാൾ ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെയാണ്. കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയുടെ അടക്കം ചുമതല ആഭ്യന്തര മന്ത്രാലയത്തിന്റെ തലയിലായതിനാൽ അതിന്റെ ചുമതലയുള്ള മന്ത്രി തന്നെ ഉത്തരം പറയണം. ലാൽ ബഹദൂർ ശാസ്ത്രിയുടെയോ ശിവരാജ് പാട്ടീലിന്റെയോ ഗുണഗണങ്ങൾ ഈ അമിത്ഷായ്ക്കില്ലെങ്കിലും അതിന്റെ ഉത്തരവാദിത്തമെങ്കിലും ഏറ്റെടുക്കേണ്ടതാണ് എന്ന് BJP-ക്കാർ പോലും പരസ്യമായി പറഞ്ഞു കഴിഞ്ഞു. പ്രതിപക്ഷത്തുള്ള കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും തൃണമൂൽ കോൺഗ്രസുമെല്ലാം സുരക്ഷാ വീഴ്ചയിൽ ചോദ്യമുയർത്തുമ്പോഴും കശ്മീർ വിഷയത്തിൽ ഭരണകൂടത്തിന് എല്ലാ പിന്തുണയും അവർ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഇതും പ്രതിപക്ഷത്തിന്റെ ഒരു ദൗർബല്യമായി കാണുകയാണ് അമിത്ഷാ ചെയ്യുന്നത്. പക്ഷെ അപ്പോഴും ഉടനെ നടക്കാനിരിക്കുന്ന ബീഹാർ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന ഭരണം പിടിക്കാനുള്ള വ്യഗ്രതയിൽ നമോ ട്രെയിൻ ഉദ്ഘാടനം ചെയ്ത് ബീഹാറിൽ 13,840 കോടി രൂപയുടെ പദ്ധതിയും പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും കറങ്ങി നടക്കുകയാണ്. ഈ ചോദ്യങ്ങൾക്കൊന്നും മറുപടിയില്ലെങ്കിലും സർവകക്ഷി യോഗത്തിൽ പഹൽഗാം ഭീകരാക്രമണത്തിന് കാരണമായത് വീഴ്ചകളാണെന്ന് കേന്ദ്രം സമ്മതിക്കുന്നുണ്ട്. ഭരണകൂടത്തെ അറിയിക്കാതെയാണ് പ്രാദേശിക ടൂർ ഓപ്പറേറ്റർമാർ വിനോദസഞ്ചാരികൾക്ക് വഴി തുറന്നു കൊടുത്തത് എന്നും അതിനാൽ ആ പ്രദേശത്തുണ്ടായ സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടില്ലെന്നും സർവകക്ഷി യോഗത്തിൽ പ്രതിപക്ഷ നേതാക്കളോട് കേന്ദ്രം പറഞ്ഞതായി വാർത്ത വന്നിരിക്കുന്നു. ഇന്റലിജൻസ് സുരക്ഷാ വീഴ്ചകൾ ഉണ്ടായി എന്ന പ്രതിപക്ഷ നേതാക്കളുടെ ആരോപണങ്ങൾക്ക് മറുപടിയായി ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞത് ആക്രമണം തടയാൻ കഴിയാതിരുന്നതിനാലാണ് ഈ യോഗം വിളിക്കേണ്ടി വന്നത് എന്നതാണ്. പരസ്യമായ കുറ്റസമ്മതമാണത്. അലസ്യമായി പറഞ്ഞൊഴിഞ്ഞെങ്കിലും പഹൽഗാമിൽ പൊലിഞ്ഞ ജീവനുകളുടെ ഉത്തരവാദിത്തം അമിത്ഷായും ആഭ്യന്തര വകുപ്പും ആണ് എന്ന് പറയേണ്ടി വരും.